मेरा नाम राहुल सावरकर नहीं है, मेरा नाम राहुल गांधी है. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് രാജ്യത്ത് യുവാക്കൾ ഉണർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ചഞ്ചലമാണ് ഇതാ ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് വലിയൊരു പ്രക്ഷോഭമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു, തെരുവിലിറങ്ങിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ് അവരുടെ അടുത്ത ലക്ഷ്യം. എന്നാൽ ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത്. വെറുതെ യാദർശികമായി വീഡിയോ കണ്ടു. വീഡിയോ കണ്ടതാവട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെയാണ് യുവാക്കളുടെ രോക്ഷം. യുവാക്കളുടെ രോക്ഷം ആളിക്കത്തുകയാണ്. യുവാക്കൾ ഉണർന്നു. അതായത് ഇവരെപ്പോഴും പറയുമായിരുന്നു, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വേർതിരിവിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഇവർ, അതായത് മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഇവർക്കെതിരെ യുവാക്കൾ ഉണർന്നിരിക്കുന്നു, യുവജനങ്ങൾ ഉണർന്നിരിക്കുന്നു, യുവതലമുറ ഉണർന്നിരിക്കുന്നു. ആ തലമുറയുടെ ഉണർവാണ് കഴിഞ്ഞ മാസം ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നാം കണ്ടത്. എത്ര വലിയ ശക്തമായ ഉണർവുകളായിരുന്നു യുവാക്കളുടേത്. അതിനവരെ ആക്ഷേപിച്ചത് പലതരത്തിലാണ്. അതിന് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീ ലാലേട്ടൻ്റെ മകളെയും അതിൽ കൂട്ടിച്ചേർത്തു. അതിലൊരു പങ്ക് നമ്മുടെ മേജർ രവിക്കും അതിലുണ്ട്. കാരണം ഇന്ന് ആ പെൺകുട്ടിയുടെ ചിത്രം റിലീസായി. യുവജനങ്ങൾ, യുവാക്കൾ, പ്രിയ പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചിത്രം. അതവിടെ നിൽക്കട്ടെ, അതല്ല. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആ പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അധിക്ഷേപം നടക്കുന്നു. പക്ഷേ അതൊന്നും ആ പെൺകുട്ടി വകവയ്ക്കുന്നേയില്ല. പറഞ്ഞ ഒറ്റ വാക്കാണ്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. പുലിക്കുട്ടിക്ക് പറഞ്ഞത് പുലിക്കുട്ടി തന്നെയാണ്. അവിടെ എലിക്കുട്ടി വളരില്ല, എലിക്കുട്ടി ജനിക്കുകയുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരുപാട് ഇമേജുകൾ കെട്ടിപ്പൊക്കിയിരുന്നു. 25 വർഷം കൊണ്ട്. 12 വർഷം ആയതേ ഉള്ളൂ ഇവിടെ. അതായത് രാജ്യം മൊത്തം ഭരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത എല്ലാ ഇമേജും തകർത്തെറിഞ്ഞുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഹിന്ദുക്കളായ യുവാക്കൾ ഉണർന്നിരിക്കുന്നത്. ഇവരെപ്പോഴും പറയുമായിരുന്നു, ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കൾ ഉണരണം, അവർ ഉറങ്ങിക്കിടക്കുകയാണ് എന്നാണ് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത്. അതെ, ഹിന്ദുക്കൾ ഉണർന്നു, പിള്ളേർ ഉണർന്നു, കുട്ടികൾ ഉണർന്നു. രാജ്യത്തിൻ്റെ യുവാക്കളുടെ രക്തം തിളയ്ക്കുകയാണ്. എന്തുകൊണ്ട്? എന്തിനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ എന്തിനാണ് യുവാക്കൾ ഉണർന്നിരിക്കുന്നത്? ഞാൻ യാദർശികമായി കണ്ട ആ ഒരു വീഡിയോയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വളരെ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ യുവാക്കൾ ഈ രീതിയിൽ ചെരുപ്പ് കൊണ്ടടിക്കുന്ന വീഡിയോകൾ കണ്ടു, ചീത്ത വിളിക്കുന്ന വീഡിയോകൾ കണ്ടു. പക്ഷേ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബാനറുകൾ കെട്ടിയിരിക്കുന്ന ബാനറുകൾ, പല ആവശ്യങ്ങൾക്കായി വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച ബാനറുകൾക്കെതിരെയാണ് ഇപ്പോൾ യുവാക്കളുടെ രോക്ഷം. ആലോചിക്കണം, രാജ്യത്തിൻ്റെ യുവാക്കളാണ് ഈ രാജ്യത്തിൻ്റെ യുവാക്കളിലാണ് പ്രതീക്ഷ. രാജ്യത്തിൻ്റെ യുവാക്കളാണ് എല്ലാം ചെയ്തു കൂട്ടേണ്ടത്. കാരണം ഇനിയുള്ള കാലം യുവാക്കളുടെ കാലമാണ്. ആ കാലത്തേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നടന്നു കയറിയത്. യുവാക്കളെ കൂട്ടുപിടിച്ചാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 2014 അദ്ദേഹം ഈ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി നടന്നു കയറിയത്. ഇന്ന് അതേ യുവാക്കൾ തെരുവിൽ തല്ലുകൊള്ളുന്നു. അവരുടെ നെഞ്ചത്തും മുതുകത്തും വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അടിച്ച് ആണികൊണ്ട് അടിച്ച് പാടുകൾ ഉണ്ടാക്കുന്നു. പെലറ്റുകൾ ഉപയോഗിച്ച് അവരെ മർദ്ദിക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു. ഒരു പെല്ലറ്റ് ഒരു നെഞ്ചിൽ കയറിയാൽ, ഹൃദയമിരിക്കുന്ന ഭാഗത്തൊന്ന് തുളച്ച് കയറിയാൽ എന്തായിരിക്കും? മരിച്ചു വീഴും. ഈ യുവാക്കൾക്ക് നേരെ വെടിയുയർത്ത് അവർ തൽക്ഷണം ആ സ്പോട്ടിൽ മരണപ്പെട്ട് വീണാൽ ആർക്കാണ് നഷ്ടം? ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ആർക്കും നഷ്ടമില്ല. സ്വന്തം കുടുംബത്തിനാണ് നഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടി ആ യുവാക്കളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പലതരം വീഡിയോകളുമായി വന്നു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഇവിടെ യുവജനങ്ങൾ, യുവതികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ആ തെരുവിലിറങ്ങിയപ്പോൾ അവർ
ഈ പല സ്ഥലങ്ങളിൽ കെട്ടിയിരിക്കുന്ന ബാനറുകൾ വലിച്ചു കീറുന്നു. ആ വലിച്ചു കീറുന്ന ബാനറുകൾ മറ്റാരുടേതുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെയാണ്. ഇതാ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. രാജ്യത്തെ യുവാക്കൾ ഉണർന്നു. അവർ തീർത്തും രോക്ഷത്തിലാണ്. എന്തുകൊണ്ട് അവരെ ആ നിലയിൽ എത്തിക്കാൻ, എന്തുകൊണ്ട് 24 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 20, 24, 25 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഇമേജ് തകർന്നു എന്ന് രാജ്യത്തിൻ്റെ ഒരു എഴുത്തുകാരി എഴുതിയിരിക്കുന്നു. सकते हैं कितना मोबाइल वाला है, कितना स्टूडेंट है। What exactly have our students done to have security forces aiming weapons at them, to be beaten up? 20 जुलाई एक भयानक दिन। शांतिपूर्ण विरोध कर रहे छात्र, महिलाओं से बदसलूकी, छोटे बच्चों से मारपीट, और ये ज्यादती बढ़ती ही गई। अलग राज्यों और शहरों में भी आंसू गैस, निर्दोष छात्रों की भीड़ पर पैलेट गन से लहूलुहान कर दिया। AK-47 से युवाओं पर जानलेवा हमला। जिम्मेदार कौन? We hold Mr. Amit Shah directly responsible for the violence that has taken place against our students. He authorized the use of lethal weapons, pellet guns on our students. पावर एजे से शुरू होला, एजे से खत्म हुई। पावर दूसरा क्यों कहाँ से ले? पावर खत्म ना हुई। ിലെ യുവാക്കൾ പ്രധാനമന്ത്രിയുടെ ബാനർ വലിച്ചു കീറുന്നു. ആ അത്രത്തോളം എത്തിക്കാനുള്ള കാരണം എന്താ? പലകുറി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എവിടെ, പ്രധാനമന്ത്രി എവിടെ? രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി പോലും ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി എവിടെ, ആഭ്യന്തരമന്ത്രി എവിടെ? എന്തുകൊണ്ട് വരുന്നില്ല? പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ, ആ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? നിർഭാഗ്യവശാൽ ഇന്ന് കിരൺ റിജിജു പറഞ്ഞത് ആഭ്യന്തരമന്ത്രി എപ്പോൾ വരണം, എപ്പോൾ പോണം എന്ന് തീരുമാനിക്കുന്നത് പ്രതിപക്ഷമല്ല. ആയിക്കോട്ടെ, പക്ഷേ പ്രതിപക്ഷത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം രാഹുൽ ഗാന്ധി കണ്ടെത്തിയ വളരെ ഗുരുതരമായ ചില കുറ്റകൃത്യങ്ങളുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ, അതിൽ നിന്നും അദ്ദേഹം പഠിച്ച ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾക്കെതിരെ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ അദ്ദേഹം തെരുവിലിറങ്ങി ആ കഷ്ടതകൾ അനുഭവിക്കുന്ന യുവാക്കളും യുവതികളുടെയും കൂടെയാണ്. അദ്ദേഹം പലതും ചോദിച്ച് മനസ്സിലാക്കുന്നു. അവരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുമ്പോൾ അവരെ കൂട്ടിപ്പിടിച്ച്, അതായത് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിനോട്, ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയിക്കുന്നു. അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അടുത്ത ഒരു നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാകാൻ എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യനാണ്. നിങ്ങളെപ്പോലെ 12 വർഷമായി മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത പോലും നൽകാതെ ഇൻസ്റ്റാഗ്രാമിൽ രാത്രി 12 മണിക്ക് വന്ന് ഹലോ ഫ്രണ്ട്സ് എന്ന് വിളിച്ച് വരുന്നത് പോലെ അല്ല. യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഇറങ്ങിച്ചെന്ന് അവരുടെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു മിനിസ്റ്ററാണ് ജനത്തിന് ആവശ്യം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ആവശ്യം. അത് ഇത്തരത്തിലല്ല, ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് പോലെ അല്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ആവശ്യവും രാജ്യത്തിൻ്റെ
പക്ഷത്തിരിക്കുന്ന ഭരണകർത്താക്കൾക്കുണ്ട്. അതിൽ ഒരു മാറ്റവുമില്ല. കാരണം പലതും ചോദിക്കാനും ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ സമരം ചെയ്ത് നേടിയെടുക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഇന്ന് പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. അവർ ഒന്നിനും വരുന്നില്ല. യുവാക്കൾക്ക് നേരെ വെടിയുതിർക്കാനും അവരെ തല്ലിച്ചതയ്ക്കാനും എന്തെങ്കിലും ഇതിൽ വാസ്തവമില്ലേ? ആലോചിച്ച് നോക്കി, ഈ വീഡിയോകളെ കണ്ടു നോക്കൂ. നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോകൾ. ആരും AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോകളല്ല ഇതൊന്നും. റിയാലിറ്റി, ഒറിജിനാലിറ്റി. ഇത് അവിടെ നടന്ന സംഭവങ്ങളാണ്. ഇവിടെ പ്രതിപക്ഷം ചോദിക്കുന്നു, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആളില്ല. ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണേ. രാജ്യത്തിൻ്റെ പ്രതിപക്ഷം ഈ കഴിഞ്ഞു പോയ ഇലക്ഷനിൽ അവർ പലതും അവരുടെ ഇഷ്ടത്തിന് പ്രതിപക്ഷമെന്നും പറഞ്ഞ് സീറ്റിൽ കയറി വെറുതെ ഇരിക്കാനേ അവർക്ക് പറ്റിയുള്ളൂ. പക്ഷേ ഇപ്പോഴോ എന്തും ആരുടെ മുമ്പിലും ചങ്കറപ്പോടെ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അവർ നമ്മളോടൊപ്പം ഇല്ല. അവരുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അതായത് സാക്ഷാൽ അമേരിക്ക പോലും വിറപ്പിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു അവർ. സ്ത്രീ എന്ന് പറഞ്ഞാൽ കരുത്തുറ്റവളാകണം എന്ന് തെളിയിച്ചു തന്ന ഒരു രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു, പ്രിയദർശിനിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അവർ അമേരിക്കയോട് പറഞ്ഞ ചില വാക്കുകൾ, നിങ്ങൾക്ക് പോകാം, കപ്പൽ പട അയക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ രാജ്യത്തിൻ്റെ സമുദ്ര അതിർത്തി കടന്നാൽ പിന്നെ അത് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ ശക്തമായ ഉരുക്ക് വനിത, അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോ രാജ്യത്തുള്ള ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമാണ് നമുക്ക് പ്രധാനമന്ത്രികൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും മണ്ടത്തരമായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ PV നരസിംഹറാവു. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നശിക്കാൻ തുടങ്ങിയത്. അതിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ അയോധ്യയിൽ ഇത്ര വളരെ രസകരമായ, വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവം നടന്നത്. അതിന് അദ്ദേഹം മൗനാനുവാദം നൽകിയായിരുന്നു. ഇപ്പോൾ മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ RSSന്റെ എല്ലാം അവസാന വാക്കായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിൻ്റെ യുവാക്കൾ പറയുന്ന വാക്കുകൾ കേൾക്കണം, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. എന്തുകൊണ്ട് അദ്ദേഹത്തിനും മനസ്സിലായി. പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ നിർഭാഗ്യവശാൽ മറ്റു ഒരു മന്ത്രിമാർക്കോ അത് തിരിയുന്നില്ല, അത് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്, യുവാക്കൾ തെരുവിലിറങ്ങുകയാണ്. നിങ്ങൾ ഹിന്ദുക്കൾ ഉണരണം എന്ന് പലകുറി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇതാ യുവാക്കൾ ഉണർന്നു, ഹിന്ദുക്കൾ ഉണർന്നു. രാജ്യസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ എന്തുകൊണ്ട് വരുന്നില്ല? വന്ന് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് സാധിച്ചെങ്കിൽ മാത്രമല്ലേ ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷം എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നതും എന്നും അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെയാണ് ഭരണപക്ഷം പെരുമാറുന്നതെന്നും ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കണ്ടേ? പക്ഷേ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നതോ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ജനങ്ങളെ ആക്രമിക്കുന്നതാണ്. പക്ഷേ ഇതൊന്ന് ഓർത്തുകൊള്ളുക, രാജ്യത്ത് ജനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ഉദാഹരണമാണ്, നഗ്നമായ സത്യമാണ് രാജ്യത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ച ബാനറുകൾ വലിച്ചു കീറി രാജ്യത്തിലെ യുവാക്കൾ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാജ്യത്തിന്റെ യുവതയെ തെരുവിൽ പെല്ലറ്റ് ഉപയോഗിച്ച് നേരിട്ട ഒരു സർക്കാർ, ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചവർ, ഒരു ജനാധിപത്യ സമരത്തെ, സമാധാനപൂർണമായ ഒരു സമരത്തെ തല്ലി ഒതുക്കാൻ നോക്കിയ സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് യുവതക്കുണ്ടാക്കിയ പരിക്കുകൾ എണ്ണമറ്റതാണ്. ആ ക്രൂരതയ്ക്ക് ഉത്തരവ് കൊടുത്തത് ആരാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ല. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇതുവരെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നിട്ടില്ല. ഇത്രയും വലിയൊരു പ്രശ്നം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ട് അതിന്
ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാനോ പാർലമെന്റിൽ വന്നൊരു മറുപടി പറയാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറാവുന്നില്ല. ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഈ അതിക്രമം ആ വിദ്യാർത്ഥികൾക്ക് യുവതക്കെതിരെ നടന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട്, ഈ സെഷൻ സമ്മേളിച്ച് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും വരാൻ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി